നമ്മുടെ തലമുറ കൂടുതലും ശാസ്ത്രീയമായ കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്നത് പോലും ശാസ്ത്രീയമായി തെളിയിച്ച കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇപ്പോ സാറ് ജ്യോതിഷമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഈ ആസ്ട്രോളജിയും മോഡേൺ സയൻസും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പം ഞാന് ഈ പറഞ്ഞതുപോലെ പ്രവചനങ്ങളാണ് എന്റെ മനസ്സിൽ, എന്റെ ധ്യാനത്തിൽ കൂടെ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. അപ്പം അത് ജ്യോത്സ്യമായിട്ട് ഇതിനകത്ത് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. കാരണം ജ്യോത്സ്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മെത്തേഡ് വേറെയാണ്. അപ്പൊ ആ ഒരു മെത്തേഡില് നമ്മൾ പ്രയോഗിക്കാറില്ല. മെത്തേഡ് അവരവരുടേതായ ഒരു റൂട്ടുണ്ട്, അവരത് ഗണിച്ചും എടുത്തുമൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഗണിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ പ്രവചനമാണ്. അപ്പൊ ആ പ്രവചനത്തിൽ എന്ന് പറഞ്ഞത് അത് നിസ്സാരമായ ഒരു സംഭവങ്ങളല്ല. അത് മോൻ അറിയാതിരിക്കുമല്ലോ, മോൻ പഠിച്ചു കാണുമല്ലോ, ഋഷീശ്വരന്മാരൊക്കെ എങ്ങനായിരുന്നു പണ്ട്. അന്ന് അവര് എഴുതി വെച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരു സത്യമുണ്ട്, അതിനകത്തൊരു വലിയ സത്യമുണ്ട്. കാരണം പ്രവചനം എന്നും പ്രവചനം തന്നെയാണ്. ആ പ്രവചനം നമ്മൾ വെറുതെ അങ്ങ് പ്രവചിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മനസ്സിനുള്ളില് നമ്മളുടെ ഈ 1-2 ദിവസം കൊണ്ടല്ല നമ്മൾ ഈ പ്രവചനം നടത്തുന്നത്. അപ്പൊ നമ്മള് ഒരു ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടെന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യും. അതായത് എന്താണ്, അതായത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളതിനെ ഇട്ട് പ്രാർത്ഥിക്കും, പ്രാർത്ഥനയിൽ അത് ചേർത്തിട്ട് ഭഗവാനുമായിട്ട് നമ്മളൊരു ആശയവിനിമയം. നമ്മൾ പ്രപഞ്ചത്തില്, പ്രകൃതിയിലൊരു ശക്തിയുണ്ട്. അത് ഇതിനകത്ത് കുറെ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഞാനത് പറയത്തുമില്ല. അത് നമ്മൾ പ്രവചനം നടത്തുന്നവരുടെ ഇതാണ്. അത് പലരും അത് ചുളിവിൽ അങ്ങനെ അത് അറിയാനും പാടില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഞാൻ കഷ്ടപ്പെട്ടും തപം ചെയ്തും വളരെ നിങ്ങളെല്ലാവരും വായ്ക്ക് രുചിയായിട്ട് കഴിക്കുകയും ശരീര സുഖങ്ങളും എല്ലാ സുഖങ്ങളും എടുത്താണ് ഇവരെല്ലാം ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരിടയിൽ ഞാൻ ഒരുപാട് വായ്ക്ക് രുചിയോ അല്ല സുഖസൗകര്യ ജീവിതങ്ങളൊന്നും നയിക്കുന്നവനാണ്. അപ്പൊ അത്രയും ഞാൻ ഈശ്വരനെ തേടിക്കൊണ്ടിരിക്കുന്നവരാണ്, ഭഗവാനെ തേടിക്കൊണ്ടിരിക്കുന്നത്, പ്രപഞ്ചത്തിന്റെ ശക്തികളെയും സത്യങ്ങളെയും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അത് നമ്മൾ തേടിക്കൊണ്ട് നമ്മൾ ഇത്രയും അത് 1-2 ദിവസങ്ങൾ കൊണ്ടോ 1-2 വർഷങ്ങൾ കൊണ്ടോ നടക്കുന്നതല്ല, ഒരുപാട് വർഷമെടുക്കും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സ് മടുക്കും. ഇത്രയും വർഷമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു രൂപത്തിലെത്താൻ കഴിഞ്ഞില്ലല്ലോ, എന്തിന് ഇത്രയും വർഷം നമ്മുടെ വെറുതെ കളഞ്ഞു എന്നുള്ള ചിന്തകളൊക്കെ വരും. അതിനെ മറികടക്കുന്നവനാണ് വിജയിക്കുന്നത്.